ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇരുമ്പമ്പുളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇരുമ്പമ്പുളിയൊക്കെ കിട്ടി തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ കിട്ടുന്നവരൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇരുമ്പമ്പുളി വെച്ചിട്ട് പല റെസിപ്പീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് അതൊക്കെ പോയി കാണുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇരുമ്പമ്പുളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നീളനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചും വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ നീളനെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ കുറച്ച് ഇരുമ്പമ്പുളി ഉപ്പ് ഇട്ടിട്ട് ഒരു ദിവസം വെച്ചിട്ടുള്ള ഇരുമ്പമ്പുളിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കാലത്ത് ഉപ്പിട്ട് വെച്ചിട്ട് വൈകിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കിയാലും മതി. അപ്പോൾ ഇതേപോലെ ഒരു ദിവസം ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ നല്ലോണം ഇരുമ്പമ്പുളിയിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാനിവിടെ ഇരുമ്പമ്പുളി വട്ടനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളനെ അരിഞ്ഞെടുക്കാം. അതൊക്കെ അവരവരുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് പൊടികൾ കരിയാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യണത്. അപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒട്ടും തന്നെ കരിയാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്ത് ശീലമുള്ളവർക്ക് പിന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയാണ് നല്ലത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കടുക് കുറവാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോയി കിട്ടട്ടെ. അതുവരേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടിയും നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറി കിട്ടാനായിട്ട് എണ്ണ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെ ഒന്ന് പച്ചമണം മാറട്ടെ. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുമ്പമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഇരുമ്പമ്പുളി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അച്ചാർ കുറച്ച് ഗ്രേവിയോട് കൂടി കിട്ടാനായിട്ടാണ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവിയാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാനിൽ കുറച്ച് മുളക് പൊടി ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ശർക്കര ഒന്ന് ചീവിയതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഒന്ന് പറയണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റണതുമായ ഒരു അച്ചാറാണ് ഇത്. ഇപ്പോൾ അച്ചാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.